കേരളത്തിലെ ഫസ്റ്റ് ഡിജിറ്റൽ ഇപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശരിക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള സ്ഥാപനമാണ്. കാരണം ഈ നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റാത്തവരും പഠിത്തം മുടങ്ങിയവരും എന്താ പറയുക, എന്തെങ്കിലും ഡിസബിലിറ്റി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവർ, ഈ ഒരു വിഭാഗം ഓഡിയൻസ് ആണ് നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് എന്ന് ശരിക്കും പേരുള്ളൂ, എല്ലാവരും എംപ്ലോയീസ് ആയിരിക്കും. എംപ്ലോയീസ് എന്നാലും 17 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ നമ്മുടെ അടുത്തുള്ളൂ. ഞങ്ങൾക്കത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സമയമായിരുന്നു. അതെ, എടെക് മാർക്കറ്റിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള, അല്ലെ കോഴിക്കോടിനെ തന്നെ ഒരു എടെക് മാർക്കറ്റ് ആക്കി മാറ്റിയിട്ടുള്ളത് ഒരു രീതിയിൽ വളരെ മാറ്റം പോകുന്നോണ്ടിരിക്കുമ്പം ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു 6 മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അത് നമുക്ക് ആപ്പ് വഴി കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്, നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, നല്ല സർവീസ് ഓറിയന്റഡ് കോഴ്സസ് ഒക്കെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ തന്നെ സ്പേസ് തപ്പി പിടിച്ചു. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ ഞാനത് മാസം തന്നെ ഏകദേശം ഒരു 400 എബോ ആവറേജ് അഡ്മിഷൻസ്. അപ്പൊ അത്രയും കുട്ടികൾ പഠിക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. ഏകദേശം 2 ലക്ഷം ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻടേക്കിലൊക്കെ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് ഇതിൽ തന്നെ. അതെ, ഡിസ്റ്റൻസിൽ പഠിക്കാൻ വേണ്ടി സ്റ്റുഡന്റ്. ഫസ്റ്റ് സ്റ്റുഡന്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് മീൻസ് ഫസ്റ്റ് ഫ്യൂച്ചർ പ്ലസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അഡ്മിഷൻ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊന്നും അന്ന് നോക്കിയിട്ടില്ല. ഹായ്, ഞാൻ അൻസാർ, ഫൗണ്ടർ ആൻഡ് സിഇഒ നോട്ട് AI, കേരളത്തിലെ ആദ്യത്തെ സ്റ്റുഡൻറ് AI എടെക് സ്റ്റാർട്ടപ്പ്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ടായിരുന്നു നോട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജേണിയിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നോട്ടയുടെ ജേണി എങ്ങനെയായിരുന്നു, ഞങ്ങൾക്കും ഒരു സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ടായിരുന്നു. ആൻഡ് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേരെടുത്തുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം ആയാലും അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സമയത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷനായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇത് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് എങ്ങനെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് എങ്ങനെയാണ് അവരുടെ ജേണി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്, അവർ ഏതൊക്കെ സ്ട്രഗിൾസിലൂടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ത്രൂ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ അതിൽ തന്നെ ആദ്യമായിട്ട് നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഫൗണ്ടേഴ്സാണ് നമ്മൾ കൂടെ ഇന്നുള്ളത്. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നമുക്കറിയാം, പിഷാരടി ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള അറൗണ്ട് 30,000-ലേറെ വിദ്യാർത്ഥികൾ എൻറോൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുള്ള 1,00,000-ഓളം ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുള്ള. സോ ഈ ഒരു ബ്രാൻഡിൻ്റെ ഫൗണ്ടേഴ്സാണ് നമ്മൾ ഇന്ന് കൂടെ ഉള്ളത്. ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. സോ അവരുടെ സക്സസ്സും അവർ പോയിട്ടുള്ള ഫെയിലിയേഴ്സും അവരുടെ ജേണിയും ആൻഡ് എങ്ങനെയായിരുന്നു അവർ സ്റ്റുഡൻസിനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവരെ ഒരു ജേണി പ്രോസസ്സ് മൊത്തം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡ് ത്രൂ ഫൈൻഡ് ചെയ്യാൻ പോകുന്നതും. ആൻഡ് അതിനുള്ള നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിനുള്ള ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ അവരോട് ചോദിക്കുന്നുണ്ടാവുക. സോ ഈ ഒരു ജേണിയിലേക്ക് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പിസോഡിലേക്ക് നമ്മളെ ഫൗണ്ടേഴ്സിന് നമുക്ക് വെൽക്കം ചെയ്യാം. ഹായ്. അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഒരു ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലായിട്ട്. നിങ്ങൾ വന്ന വൈകളും ആൻഡ് ഒരുപാട് പേർക്ക് ഇതൊരു ഇൻസ്പിറേഷനായിട്ട് മാറുന്നൊരു തലത്തിലേക്ക് മാറ്റണം എന്നാണ് എൻ്റെ കൂടി ആഗ്രഹമുള്ളത്. ഇതിൻ്റെ സിഇഒയും രണ്ട് പേരാണ് നമ്മളോട് കൂടെ ഉള്ളത്. സോ പ്രശോഭ് സാറും ആൻഡ് നക്കാശ് സാറുമാണ് നമ്മളെ കൂടെ ഉള്ളത്. നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ വരാം അല്ലേ. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അതിന് മുന്നായിട്ട് 2 പേരും ഒന്ന് പേഴ്സണലി നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. എൻ്റെ പേര് പ്രശോഭ്, നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വൺ ഓഫ് ദ ഫൗണ്ടറിൽ ഒരാളാണ്. പഠിച്ചതും വളർന്നതെല്ലാം കാലിക്കറ്റ് തന്നെയാണ്. ഞാൻ പഠിച്ചത് ഗുരുവായൂരപ്പൻ കോളേജ് കാലിക്കറ്റിൽ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ ഡിഗ്രി BA ഹിസ്റ്ററി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സെയിൽസ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ഫീൽഡിൽ. കാറ്റ് സെൻറ്റർ എന്ന് പറയും, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാറ്റ് കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഏകദേശം ഒരു 6 വർഷത്തോളം ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തു, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ. അവിടെ നിന്നാണ് ഒരു നല്ലൊരു ഓണ്ടർപ്രണർ ആവണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനും നക്കാശും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ്. 2 പേരും കോളേജ് മേറ്റ്സ് ആണ്.
അല്ല കോളേജ് മേറ്റ്സ് അല്ല, വർക്കിങ്ങിലെ വർക്ക് ചെയ്യുന്നത് ഒരേ കമ്പനിയിലായിരുന്നു. കാറ്റ് സെന്റർ എന്ന് പറയുന്ന കുന്നമംഗലം ബ്രാഞ്ചിലെ മാനേജർ ആയിരുന്നു നക്കാഷ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പരിചയത്തിന്റെ മേലാണ് ഞങ്ങൾ ഈ പറയുന്ന ഫ്യൂച്ചർ പ്ലസിലേക്ക് എത്തുന്നുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങൾ ഏറെ എത്ര ഇയേഴ്സിന്റെ പരിചയമുണ്ട്? അറൗണ്ട് ഒരു 10 years. 10 ഇയേഴ്സിന്റെ മേലുള്ള പരിചയമുണ്ട്. അടിപൊളി. ഓക്കെ, ഇതന്നെ ഇപ്പം പ്രശോഭ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചാണ് കാറ്റ് സെന്ററിൽ വർക്ക് ചെയ്ത്. അന്ന് മുതൽ ആ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ബിസിനസ്സിനെ കുറിച്ചും ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ചിലപ്പം അവിടുന്ന് മുതൽ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് എത്തിയത്. അന്ന് എൻ്റെ ഒരു എന്താ പറയുക, ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും ഒരു 6 മാസം ജോലിക്ക് പോയിട്ടുള്ളൂ. ഞാനന്നും കാറ്റ് സെന്ററിൽ ഒരു ഫ്രാഞ്ചൈസി നടത്തിയിരുന്നു അന്നും. അപ്പം അവിടെ നിന്ന് പ്രശോഭ മാർക്കറ്റിംഗ് മാനേജറായിരുന്നു കാലിക്കറ്റിൽ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജുകളിലൊക്കെ പോവുക, സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, കാര്യങ്ങൾ പറയുക, ക്ലാസ് റൂമിൽ പോയി കോഴ്സിൻ്റെ ഡെമോ എടുത്തു കൊടുക്കുക. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ചിന്തിച്ചൊരു 2000 ആയപ്പോഴത്തേക്കും ഫ്യൂച്ചർ പ്ലസിലേക്ക് എത്തി. ഏതൊരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്നതിന്റെ മുന്നായാലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് തുടങ്ങുന്നതിന്റെ മുന്നേയും ഒരു വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ വരുന്ന സമയത്താണ് അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ആയാലും ഒരു ബിസിനസ് ആയാലും ഒക്കെ വരുന്നുള്ളത്. സ്റ്റാർട്ടപ്പ് പക്ക ഒരു ബിസിനസിനേക്കാൾ അപ്പുറമായിട്ട് സൊസൈറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടിയാണോ ഒരു സ്റ്റാർട്ടപ്പ് ആയാലും ഒരു ബിസിനസ് ആണെന്നാണ് എൻ്റെ കൂടി ഒരു തോട്ടില്. ഞാൻ മനസ്സിലാക്കിയത് ആ രീതിയിൽ തന്നെയാണ് ഫ്യൂച്ചർ പ്ലസ് പോയിട്ടുള്ളത്. എന്ത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് ശ്രമിച്ചിട്ടുള്ളത്? ഇപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ശരിക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു സ്ഥാപനമാണ്. കാരണം ഈ നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റാത്തവരും പഠിത്തം മുടങ്ങിയവരും എന്താ പറയുക, എന്തെങ്കിലും ഡിസബിലിറ്റി അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തവർ, ഈ ഒരു വിഭാഗം ഓഡിയൻസാണ് നമ്മളെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് എന്ന് ശരിക്കും പേരുള്ളൂ, എല്ലാവരും എംപ്ലോയീസ് ആയിരിക്കും. എംപ്ലോയീസ് എന്നാലും 17 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ നമ്മുടെ അടുത്തുള്ളൂ. അപ്പം ഇതിപ്പോൾ വെറും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല, ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി. കാരണം ഒരു കുട്ടി ചിലപ്പം ഒരു +2 പഠിക്കാതെ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോയി അവൻ്റെ ഉമ്മയൊക്കെ ചിലപ്പം നമ്മളടുത്ത് വരുമ്പം ശരിക്കും നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. കാരണം പഠിച്ചിട്ട് എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഈ ഒരു ശാശ്വതമല്ലാത്ത ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ പാരൻസിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഇപ്പോഴല്ല അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും. അങ്ങനെ റിസൾട്ട് ഉണ്ടാക്കി ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾ എടുത്തു വെച്ചൊരു മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു മേഖല കൂടിയാണ്. ഒരു പക്ഷേ എട്ടൊക്കെ തന്നെ ഭയങ്കര ഒരു റിസ്ക് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ മാനേജ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് കൂടിയാണ് ഫ്യൂച്ചർ പ്ലസ്. കാരണം അങ്ങനത്തെ ഒരു ഓഡിയൻസ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 4 year ബാക്കിലാണ്. 2021 ഞാനിങ്ങനെ റിസർച്ച് ചെയ്ത സമയത്ത് ഞാൻ കണ്ടത് 2021 അപ്പം ഈ 21 സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അന്ന് കോവിഡ് വന്ന് എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ മാനേജ് ചെയ്ത കാര്യങ്ങളൊക്കെ? സ്റ്റാർട്ട് ചെയ്ത് നേരെ കോവിഡിലേക്കാണോ? 21 അതിന്റെ ഒരു തുടക്കമായിരുന്നു. ആ തുടക്ക സമയത്ത് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങനെ സംഭവം തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാല് എല്ലാവർക്കും ദുരന്തം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കൊറോണ. ഞങ്ങൾക്കത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സമയമായിരുന്നു. അതെ, എട്ടെക് മാർക്കറ്റിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള, അല്ലെ കോഴിക്കോടിനെ തന്നെ ഒരു എട്ടെക് മാർക്കറ്റ് ആക്കി മാറ്റിയിട്ടുള്ളത് ഒരു രീതിയിൽ വളരെ മാറ്റം അതെ. എനിക്ക് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കോവിഡ് ടൈമാണ്. എല്ലാവരും പറയുന്ന പ്രോബ്ലം ലൈക്ക് ഞങ്ങൾക്ക് അന്ന് ഭയങ്കര പ്രോബ്ലത്തിലൂടെ പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര എന്താ പറയാ ഹാർഡ് ടൈമായിരുന്നു. പക്ഷെ ആ ഹാർഡ് ടൈമിന് പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി അതിനൊരു ബിസിനസ് ആക്കി മാറ്റാൻ ഫ്യൂച്ചർ ടെക്കിന് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് റെഡിയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്തു, ഇനി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴായിരുന്നു? ഞാൻ ഓൾറെഡി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പാരലൽ കോളേജ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാനൊരു ചെറിയൊരു ഒരു ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഒരാളെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓഫ്ലൈൻ, കാരണം നമുക്ക് ഡിസ്റ്റൻസ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ എന്താ പറയുക, കുട്ടികൾ സൺഡേ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്നു. കൂടുതൽ സൺഡേ ക്ലാസ് ഉണ്ട്, അല്ലാത്ത ദിവസങ്ങളിൽ കുട്ടികൾക്ക് വരാനുള്ളതിന് ഒരു സൺഡേ ക്ലാസ്സിൽ തന്നെയാണ് ക്ലാസ് ഉള്ളത്. അപ്പം അന്ന് ഏകദേശം ഒരു ദിവസം തന്നെ 150 പിള്ളേരൊക്കെ ഉണ്ട് ക്ലാസ്സിന് വരാൻ. പക്ഷെ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർ 20-30 ആൾക്കാരാണ്.
അപ്പൊ ഈ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ എക്സാം എഴുതണം, പക്ഷെ ക്ലാസ്സിനോ പഠിക്കാനോ ഉള്ള ഒരു സംവിധാനം ഇല്ല. ഓക്കെ. അപ്പം ഇവർക്ക് നിവൃത്തിയില്ല. കാരണം ഞാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി ഇവർക്കൊക്കെ ജോലിയുള്ള ആൾക്കാരാണ്. പിന്നെ സൺഡേസ് പറഞ്ഞാൽ ഒരു സൺഡേയില് ജോലിക്ക് പോകുന്ന ആൾക്കാർ എന്തായാലും കല്യാണോ എന്തെങ്കിലും ഒരു പരിപാടി എന്തെങ്കിലും ഉണ്ട്. അപ്പം പോസിബിൾ അല്ല അത്. അപ്പൊ അവിടുന്ന് ഈ ഒരു +2 SLC +2 എന്നാ ആദ്യം അതായിരുന്നു നമ്മളെ ഫസ്റ്റ് തോട്ട് ഉണ്ടായിരുന്നത് NIOSന്റെ. അപ്പം ഇതിന് വരുന്ന ആൾക്കാരുടെ എൻക്വയറീസ് അത്രയും ആൾക്കാർ ഇതിനുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മളൊരു ലേണിംഗ് ആപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കുട്ടികൾക്ക് നല്ല വൃത്തിയിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ഓൺലൈനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഡിസ്കഷൻ ഞങ്ങൾ വന്നത്. അപ്പം ഞാനിങ്ങനെ പ്രശോഭനോട് ഇങ്ങനെ പറഞ്ഞപ്പം അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിപ്പം ഞാൻ NIOSനെ കുറിച്ച് എനിക്കറിയാം, കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാം, ഏതൊക്കെയാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു തോട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. എങ്ങനെയായിരുന്നു പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? എങ്ങനെ ഇപ്പൊ ഐഡിയ വന്നു, എല്ലാരെയും പ്രശ്നമാണ്, എക്സിക്യൂഷൻ ലെവലിൽ വരുന്ന സമയത്ത് ഭയങ്കര ഡീലേ ആയിരിക്കും. പക്ഷെ നിങ്ങള് ഭയങ്കര ഫാസ്റ്റ് ആണ് എക്സിക്യൂഷൻ ലെവലിൽ. എങ്ങനെയായിരുന്നു എക്സിക്യൂഷൻ ലെവലിൽ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് തന്നെ നക്കാഷിന് ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് ഒരു ബിസിനസ്. നിങ്ങൾ പെട്ടെന്ന് റിസൈൻ ചെയ്തോ രണ്ടുപേരും? പെട്ടെന്നല്ല, ഞങ്ങൾ ഗ്രാജുവലി ഫസ്റ്റ് ആള് റിസൈൻ ചെയ്തു, അതിനുശേഷം ഞാൻ റിസൈൻ ചെയ്തു. അപ്പൊ ഒരാൾ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഐഡിയ ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു 6 മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അത് നമുക്ക് ആപ്പ് വഴി കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്, നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും, നല്ല സർവീസ് ഓറിയന്റഡ് കോഴ്സസ് ഒക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്ത വെച്ചാൽ നെക്സ്റ്റ് ഡേ തന്നെ സ്പേസ് തപ്പി പിടിച്ചു. ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ ആയാലും അത് തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മളൊരു വർക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ അത് നമുക്കത് അതിന്റെ ഔട്ട് കിട്ടണം. നമ്മള് ഡിസ്കസ് ചെയ്ത പോലും പെട്ടെന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഞാൻ വിട്ടുപോയ പോലും നിങ്ങൾ വന്ന് റിമൈൻഡർ ചെയ്ത് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ തന്നെ ഫാസ്റ്റ് ആക്കി. അപ്പൊ അതാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഞാൻ എന്താ ചെയ്താൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ സ്പേസ് കണ്ടെത്തി, അതിനൊരു ടേംസും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. തൽക്കാലം നമുക്ക് വലിയൊരു പൈസ ഒന്നും അതിൽ ഇറക്കാനുണ്ടായിരുന്നില്ല. അപ്പം എത്രയാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റ് അതിനെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം ഒരു 200 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 സ്റ്റാഫിനെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പ്ലസ് നക്കാഷും കൂടി ഒരു എഡിറ്ററും കൂടെ ഉണ്ടായിരുന്നു, 4 സ്റ്റാഫ് മൊത്തം. 4 സ്റ്റാഫിനെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ FuturePlus എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ എമറാൾഡ് മാളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തു. ഇന്ന് അറൗണ്ട് 10ഓളം ഫ്രാഞ്ചൈസീസ് ആയിട്ട് ഭയങ്കര ഒരു ഹ്യൂജ് ഗ്രോത്തിലേക്ക് പോകുന്നു. 4-5ഓളം യൂട്യൂബ് ചാനലുകൾ ആൻഡ് അറൗണ്ട് 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് ആൻഡ് എനിക്ക് തോന്നുന്നു എത്ര 30,000-ലേറെ അഡ്മിഷൻസ് എൻറോൾമെന്റ്സ് ഓക്കെ അത്രയും വന്നു. നിങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയും സ്റ്റുഡൻസിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു പാത്വേ പ്രോസസ്സാണ് നിങ്ങൾ അവിടെ ഈസി ആക്കി കൊടുക്കേണ്ടത്. അപ്പം ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായത് ഈ ഒരു 4 year 5 year ജേർണി? നമ്മുടെ സ്റ്റാർട്ടിംഗ് കോഴ്സ് എന്ന് പറയുന്നത് NIOS എന്ന് പറയും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അതിലാണ് നമ്മൾ SLC +2 പോലുള്ള കോഴ്സുകൾ 6 മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിൽ തന്നെ അവർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെയൊക്കെ ട്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അതൊരു സക്സസിന് ശേഷമാണ് നമ്മൾ ഡിഗ്രി കോഴ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ ഡിഗ്രി കോഴ്സാണ് IGNOU പോലുള്ള യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ വരുന്നതാണ് IGNOU യൂണിവേഴ്സിറ്റി. ആൻഡ് നെക്സ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇതിന്റെ എല്ലാം ഏകദേശം ഒരു 20ഓളം കോഴ്സുകൾ നമ്മൾ ഇപ്പം നിലവിൽ അതിന്റെ കൂടാതെ തന്നെ ഓൺലൈൻ ആയിട്ട് ഡിഗ്രി ചെയ്യാനുള്ള അവസരം നമ്മൾ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് 3 യൂണിവേഴ്സിറ്റികളാണ് ജെയിൻ യൂണിവേഴ്സിറ്റി, എനപ്പോയ യൂണിവേഴ്സിറ്റി, വിജ്ഞാൻ യൂണിവേഴ്സിറ്റി. ഇവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ടൈപ്പ് ചെയ്തിട്ട് കുട്ടികൾക്കുള്ള സർവീസസ് നമ്മൾ ത്രൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ടീം നിങ്ങളാണെന്ന് പറഞ്ഞാൽ, കാരണം ഞങ്ങൾ ഒരു മാസം തന്നെ ഏകദേശം ഒരു 400 എബോ ആവറേജ് അഡ്മിഷൻസ്. അപ്പൊ അത്രയും കുട്ടികൾ പഠിക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. ഏകദേശം 2 ലക്ഷം ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻടേക്കിലൊക്കെ അഡ്മിഷൻസ് എടുക്കുന്നുണ്ട് ഇതിൽ തന്നെ. അതെ, ഡിസ്റ്റൻസിൽ പഠിക്കാൻ വേണ്ടി. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു
60% ഷെയർ നമ്മൾ പിടിക്കാനാണ് നോക്കുന്നത്. കാരണം അത്ര ആളുകൾ ഈ പറഞ്ഞ ഇതിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ ആ സർവീസ് കറക്റ്റായിട്ട് കിട്ടാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ ഇതിലുണ്ട് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ പ്ലാൻ ചെയ്തു, യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഭയങ്കരമായിട്ട് സെറ്റാണ്. ആൻഡ് എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഓൺ ബോർഡിങ്ങും ആരായിരുന്നു ഫസ്റ്റ് സ്റ്റുഡൻറ്റ്? ഫസ്റ്റ് സ്റ്റുഡൻറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. എൻ്റെ ഫ്രണ്ട് മീൻസ് ഫസ്റ്റ് ഫ്യൂച്ചർ പ്ലസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു അഡ്മിഷൻ വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അഡ്മിഷൻ്റെ കാര്യങ്ങളൊന്നും അന്ന് നോക്കിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ആപ്പിൻ്റെ ഐഡിയാസും കാര്യങ്ങളിലും നമ്മളെ ഓഫീസ് സ്ട്രക്ചറും സ്റ്റുഡിയോ ചേഞ്ച് ഒക്കെ അതായത് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു അഡ്മിഷൻ ഇന്നോഗ്രേഷൻ അന്ന് വേണ്ടിയിരുന്നു. അപ്പം ഞാൻ ആലോചിച്ച സമയത്ത് ഞാനൊന്ന് എൻ്റെ ഒരു ഫ്രണ്ട്സ് സർക്കിൾ എനിക്ക് പരിചയമുള്ള ആൾക്കാരിൽ തിങ്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറെ ആൾക്കാരെ കിട്ടി. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നമ്മളെ ഫസ്റ്റ് കസ്റ്റമർ വരെ നമ്മളെ സറൗണ്ടിങ്സിലുള്ള നമ്മളെ സ്റ്റാറ്റസുകളിൽ നിന്നായിരിക്കും എന്നുള്ളത്. അതെ, ശരിക്കും എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അവനെ വിളിച്ചു. കാരണം അവനെ മുന്നേ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ എന്തോ പ്രോബ്ലംസ് അതെനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ +2 പാസ്സായിട്ടില്ല, നിനക്ക് +2 ആവശ്യമില്ലേ, എൻ്റെ ജോലിയിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആവശ്യമുണ്ട്. അപ്പോൾ മോനും ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, വാ ചെറിയൊരു എമൗണ്ട് ആയിട്ട് പോലും എനിക്ക് നാളെ വന്നിട്ട് അഡ്മിഷൻ എടുത്താൽ ഞങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ ഓൺലൈനായിട്ട് പഠിക്കാം, എൻ്റെ ജോലിക്കൊന്നും ബാധിക്കില്ല, ഈസി ആയിട്ട് പഠിക്കാം, പഠിച്ച് പാസ്സാവെന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അഡ്മിഷൻ എടുത്തു. ഇന്നോഗ്രേഷൻ അവൻ്റെ അവൻ്റെ അടുത്ത് പേയ്മെന്റ് വാങ്ങിയിട്ടാണ് ഇന്നോഗ്രേഷൻ ചെയ്തത്. ഓക്കെ, നൈസ്, അടിപൊളി. ഫസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ഇപ്പം ഞാൻ തന്നെ മനസ്സിലാക്കിയത്, ഇപ്പം സ്റ്റുഡൻസ് ഫെയിലായാലും, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഫെയിലായാലും +2 ഫെയിലായാൽ പോലും അവരത് പുറത്ത് പറയാൻ ഭയങ്കര രീതിയിൽ മടിക്കുന്നുണ്ട്. ലൈക്ക് അവരെ ഒരു കോൺഫിഡൻസിനെ അത് ബാധിക്കും, അവരൊരു പ്രസ്റ്റീജിന്, അല്ലെങ്കിൽ തുറന്ന് പറയാൻ ഏതൊരാളും ഭയങ്കര മീൻസ് നമ്മൾ താഴ്ത്തി പറയാന്ന് പറയുന്നത് ഭയങ്കര ഇതുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു അവരെ കംഫേർട്ടിനെ ബാധിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടേക്ക് എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് അതും ആരും അറിയാതെ പഠിച്ച് പാസ്സാവാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ +2 പറ്റും എന്നുള്ളതാണ്. അത് അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു 10 ആള് കൂടി നിൽക്കുകയാണെങ്കിൽ അതിലൊരു മിനിമം ഒരു 4-3 പേർക്ക് ഈ പറയുന്ന SLC ഉണ്ടാവില്ല, +2 ഉണ്ടാവില്ല, ഡിഗ്രി ഉണ്ടാവില്ല. ചോദിച്ചാൽ പറയാ എന്താ, എനിക്ക് +2 ഞാൻ പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടില്ല. ഡിഗ്രി ഞാൻ പഠിച്ചിട്ടുണ്ട്, പാസ്സായിട്ടില്ല. തുറന്നു പറയാൻ എല്ലാവരും ഭയങ്കര മടിയായിക്കൊള്ളുന്നില്ല. അപ്പൊ ആ ഒരു മടി ശരിക്കും പറഞ്ഞ ഇന്ന് സമൂഹത്തിലുണ്ട്. അത് നമ്മളുടെ ഇടയിൽ തന്നെ ചില ആളുകൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പറയും, ബുക്ക് എന്റെ വീട്ടിലേക്ക് അയക്കണ്ടെന്ന് പറയും. ബുക്ക് അവര് അറിയരുത് എന്നുള്ളൊരു ഇതുണ്ട്. കാരണം അവര് ഫെയിലാണ്. ഇപ്പൊ ചില കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനായാലും പെൺകുട്ടിയായാലും ചെക്കന് ചിലപ്പം പറയാ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളതാണ്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഇവൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാസ്സാക്കി എടുക്കും. നാളെ വല്ല അബ്രോഡ് പോകണമെന്നുണ്ടെങ്കിലോ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഇവരിത് ചിന്തിക്കുക. അതിനൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ അവരിതൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. സത്യത്തിൽ ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു ബിഗ് പ്രോബ്ലം ആണ് നിങ്ങൾ സൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. സത്യം, ലൈക്ക് ഇപ്പം കല്യാണം ആകുന്ന സമയത്തൊക്കെ ഇപ്പം ബോയ്സ് ഒക്കെ മെയിൻലി ഡിഗ്രിക്കൊന്നും ആരും പാസ്സാകുന്നില്ല. എല്ലാവരും കോളേജിൽ വരുന്നു, കളിച്ച് നടക്കുന്നു, ഫെയിലാവുന്നു, ജോബിന് ഏതെങ്കിലും കയറുന്നു, നേരെ സൂപ്പർ മാർക്കറ്റുകളിൽ എന്തെങ്കിലും കയറുന്നു, പിന്നെ നാട്ടിൽ വരുന്നു, കല്യാണം കഴിക്കുന്നു. ഈ ഒരു സിസ്റ്റം നമ്മളെ മലബാർ ഏരിയയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനം. അപ്പം അവിടെയൊക്കെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പിന്നീടായിരിക്കും ചിലപ്പോൾ അവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവർ തിങ്ക് ചെയ്ത് ഒന്ന് സാലറി കൂട്ടണം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും. അങ്ങനത്തെ സ്റ്റോറീസ് ഒക്കെ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഒരുപാടുണ്ട്. ഞങ്ങള് 70 വയസ്സായിട്ടുള്ള ആളുകൾ വരെ പഠിക്കുന്നുണ്ട് ഇതില് പഠിക്കുന്നുണ്ട്. 20 വയസ്സുകാരിൽ വരെ തിങ്ക് ചെയ്യുന്നുണ്ട് പഠിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളൊക്കെ ആണ് ലൈക്ക് ജെൻസി ആണ് ഇപ്പം ബാക്കിലാണ്. കാരണം അവർക്കാണ് കുറച്ചുകൂടെ അറ്റൻഷൻ കൂടുതൽ. കാരണം അവർക്ക് കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ള കാര്യം കൂടുതലാണ് ആ വയസ്സുള്ള ആൾക്കാർ. അവർ വൃത്തിക്ക് കാര്യങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ജെൻസി ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, എക്സാമിന് മുന്നോടിയായിട്ടൊരു മാസം മുമ്പേ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അവരൊരു കൊല്ലം വരെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ കൂടുതൽ ഇതായിരിക്കും. ഇപ്പം ഇത്രയും ആളുകൾ വരുന്നു, ഓൾറെഡി ഓപ്പൺ കോളേജുകളുണ്ട്, ഗവൺമെന്റ് കോളേജുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആൻഡ് ആ സമയത്ത് തന്നെ വർക്കൊന്നും ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഡിസ്റ്റന്റ് ആയിട്ടും പഠിക്കാം. ഇപ്പം ആളുകൾക്കുള്ള മെയിൻലി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ വരുന്ന സമയത്ത് ഇത് എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഈക്വലന്റ് വാല്യൂ കിട്ടുമോ എന്നുള്ളത്. എന്താ അത് ഒന്നാമത് ആ സംശയം ഉണ്ടാവും. അതിൽ നമുക്ക് ആരെയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്കാമുകൾ
നടന്നതുമാണ്. ഞാനിപ്പോ ലാസ്റ്റ് ഇന്ന് ഇഗ്നോന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ഞങ്ങൾ അനാഥരല്ല എന്ന് പറഞ്ഞോണ്ട് ഈക്വലന്റ് വാല്യൂ ആണ് UGC അപ്രൂവ്ഡ് ഉണ്ട്. റെഗുലറിന്റെ ഈക്വലന്റ് തന്നെയാണ് ഈ ഡിസ്റ്റൻസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും. അപ്പൊ അങ്ങനത്തെ ഒരു പേടി വേണ്ട ശരിക്കും പറഞ്ഞാല്. എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലം തന്നെയാണ്, ഇതിന് വാല്യൂ ഉണ്ടോ, ഇത് ഞങ്ങൾ പഠിക്കുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് വ്യക്തമായിട്ടുള്ള പ്രൂഫ് അവർക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോർട്ടിന്റെ ഒരു ഓർഡർ തന്നെ ഉണ്ട്, ക്വസ്റ്റ്യൻസ് വേണ്ട എന്ന്. കുട്ടികള് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട, കുട്ടികളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നോക്കുക ഏത് യൂണിവേഴ്സിറ്റിയാണ്, ആ യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരം ഉണ്ടോ. കാരണം UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട്. ഒരു ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, നിങ്ങൾ ചെയ്യും മീൻസ് നിങ്ങളിപ്പോൾ ഇത്രയും ആളുകളെ പഠിപ്പിച്ചു, ഇത്രയും ആളുകളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു സക്സസ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും സ്റ്റുഡൻസ് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു നമ്മളെ ഓഡിയൻസിലേക്ക് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു 5-10 മിനിമം 5 യൂണിവേഴ്സിറ്റീസ് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? നമുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒട്ടുമിക്ക എല്ലാ രാജ്യത്തും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിജക്ഷൻ വളരെ 0.1% മാത്രമേ ചാൻസ് ഉള്ളൂ ഈ പറയുന്ന യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ നമ്മുടെ ഈ പുതിയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ 2 ടോപ്പ് യൂണിവേഴ്സിറ്റിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വരുന്നത് ഇഗ്നോ ആൻഡ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ കൂടുതൽ വരുന്നത്. നമുക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം, നിങ്ങൾ ധൈര്യം. കാരണം അതിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ മലയാളത്തിൽ എഴുതാമെന്നുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്. കാരണം മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇംഗ്ലീഷാണ് എഴുതേണ്ടത്. അപ്പൊ അതിനൊരു വലിയൊരു ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പം എഡ്യൂക്കേഷൻ്റെ ഒരു ബാരിയർ അല്ലാതെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും എക്സാം മലയാളത്തിൽ പോലും എഴുതാൻ പറ്റും എന്നുള്ളതാണ് ഓൾറെഡി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്പൺ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണോ ശ്രീനാരായണ? കാരണം നമുക്കിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലത്തൊക്കെ ഡിസ്റ്റൻസിന്റെ കോഴ്സ് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്തത് അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളാണ്. ഇന്നത് നേരെ തിരിച്ച് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതൽ കോഴ്സുകൾ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഡിസ്റ്റൻസ് മോഡ് ഒഴിവാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മൊത്തം ക്ലോസ് ചെയ്തു. MGയിലൊക്കെ ഇപ്പോൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചില കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. അപ്പം റീബാക്ക് വരാന്നാണോ അല്ലെങ്കിൽ? അതെ, അവർ ഓൺലൈനിലേക്ക് വരും. ഓൺലൈനും ഡിസ്റ്റന്റ് എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവർക്കിപ്പം എക്സാംസ് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഡയറക്റ്റ് പോയിട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഡിസ്റ്റന്റിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഇപ്പോൾ എക്സാം എഴുതാണെങ്കിൽ ഞാൻ ഓഫ്ലൈനിൽ പോയത്? അതെ, ചെയ്തിട്ട് പോകണം. മറ്റേതാവുമ്പോൾ ഓൺലൈനായിട്ട് അവർക്ക് എക്സാം എഴുതാനുള്ള സൗകര്യം ഉണ്ട്. ഓക്കെ, അപ്പം ഇഗ്നോ ആയാലും ഇവരൊക്കെ എങ്ങനെ എക്സാം? ഇഗ്നോയിലും ഈ പറയുന്ന മോഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതേ മോഡ് ഉണ്ട്, പക്ഷെ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഇതാണ് കൂടുതലും ഓഫ്ലൈനിൽ പോയിട്ട് എഴുതുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ കോവിഡിന്റെ ശേഷം ഗവൺമെന്റ് ശരിക്കും ഓൺലൈൻ ഡിഗ്രീനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ 100% ഓൺലൈൻ എന്ന സംവിധാനം വന്നത്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കുട്ടികൾ നോർമലായിട്ട് പോയിട്ട് ഓഫ്ലൈനായിട്ട് പോയി എക്സാം എഴുതണം. പക്ഷേ ഈ ഓൺലൈൻ ഡിഗ്രികൾ എന്ന് പറയുന്ന സമയത്ത് ഈ എക്സാമും ഓൺലൈനായിരിക്കും. അതിന് അറ്റൻഡൻസ് ഒക്കെ നിർബന്ധമാണ്. അത് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ അറ്റൻഡൻസ് ഒക്കെ നിർബന്ധം. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനുള്ള ലൈക്ക് ഇപ്പം യൂണിവേഴ്സിറ്റി പരമായിട്ടുള്ള എല്ലാ ഡൗട്ട്സും അതിന്റെ പ്രൊസീജിയേഴ്സും നിങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഇത് പഠിക്കാനുള്ള എക്സാംസും നിങ്ങൾ കൊടുക്കും, ഡെമോ എക്സാംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊരു റെഗുലർ ഡിഗ്രിക്ക് പോകുന്ന സ്റ്റുഡൻസിന് കിട്ടുന്ന എല്ലാ സാധനവും ഫ്യൂച്ചർ പ്ലസ് ത്രൂ കിട്ടും. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പം ഒരു സ്റ്റുഡന്റിന്റെ ഒരു ക്രൈറ്റീരിയ എന്തായിരിക്കും ഫ്യൂച്ചർ പ്ലസിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾ വെച്ചിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അല്ല, നമുക്ക് SLC +2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫ് അപ്പൊ ഒരു ക്രൈറ്റീരിയ എന്ന് ശരിക്കും നമ്മളല്ല ശരിക്കും അതിന്റെ ക്രൈറ്റീരിയ വെക്കുന്നത്. യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ SLCന്റെ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ്, പിന്നെ ഫോട്ടോ, അതേപോലെ ഇപ്പോൾ ഡിഗ്രിക്ക് ആണെന്നുണ്ടെങ്കിൽ +2ന്റെ സർട്ടിഫിക്കറ്റ്. ഈ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അഡ്മിഷനിലേക്ക് പോകുള്ളൂ. പിന്നെ നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലമായി. ഇപ്പം ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് വിചാരിക്കാം. ഇപ്പോൾ ഒരു 18 വയസ്സിലിട്ട് കല്യാണം കഴിഞ്ഞു. പിന്നീടാണ് അവർക്ക് ബോധം വരുന്നുള്ളത് ഡിഗ്രി പഠിക്കണം, PG പഠിക്കണം, PSC എഴുതിയെടുക്കണം എന്നുള്ളൊക്കെ തോട്ട് വരുന്നത് മേ ബി കല്യാണം കഴിഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ മക്കളായതിനു ശേഷമായിരിക്കും. അപ്പൊ ആ സമയത്ത് PSC എഴുതണം വിചാരിക്കാം. അവർക്ക് +2 മാത്രമേ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഡിഗ്രി
ഒന്നുകൂടി എഴുതി കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സമയത്ത് ഈ ഒരു 10 വർഷത്തെ ഗ്യാപ്പ് ഒന്നും ഒരിക്കലും ബാധിക്കുന്നില്ല. ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 70 വയസ്സായിട്ടുള്ള ആളുകൾ വരെ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, വരുന്നില്ല. അപ്പൊ ഏത് ഇതുള്ള ആൾക്കാർക്കും എങ്ങനെയും പഠിച്ചെടുക്കാം. അപ്പം ഇപ്പൊ PSC പോലത്തെ എക്സാമുകളിലേക്ക് വരുന്ന സമയത്ത് ഈക്വലന്റ് വെയിറ്റേജിനാണ് കിട്ടുക. സെയിം PSC ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പം വേണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന സബ്ജക്ട് ഏതാ? സബ്ജക്ട് BA ഇംഗ്ലീഷ് കൂടുതൽ. ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ടാണ് അല്ലെങ്കിൽ സോഷ്യോളജി കൂടുതൽ ചെയ്യുന്നുണ്ട്. സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പുതിയൊരു റൂള് വന്നിട്ടുണ്ടായിരുന്നു, സൈക്കോളജി സബ്ജക്ട് നമുക്ക് കൊടുക്കാൻ പാടില്ല, കാരണം അത് ലാബ് വരുന്നതുകൊണ്ട്. ശരിയാ, അങ്ങനെ ഹൈക്കോടതിയുടെ ഒരു വിധി വന്നുകൊണ്ട് ഇപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഇഗ്നോയില് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവും ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും. സൈക്കോളജി, സോഷ്യോളജി സബ്ജക്റ്റുകളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ വരുന്നില്ല. എനിക്ക് നിങ്ങളെ ഏജ് ഗ്രൂപ്പ് വരുന്നുള്ളത് ഒരു 21 വയസ്സ് ഒരു 20 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള കൂടുതൽ ആളുകൾ 25-30 ഇതിലാണ് കൂടുതൽ ജോയിനിങ് വരുന്നത്. എനിക്കൊന്ന് കരിയർ ഗ്യാപ്പ് എടുത്തവരായിരിക്കാം വരുന്നുണ്ടാവുക. ഈ PG പോലുള്ള കോഴ്സുകളെല്ലാം പ്രൊഫഷണൽസ് ആണ് എടുക്കുന്നത്. അവർ ഈ ജോബിന് പോയി അവർക്ക് ഇതിനൊരു പ്രൊമോഷനൊക്കെ അതിന് വേണ്ടിയുള്ള ആൾക്കാരാണ്. അവർ കുറച്ചും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് കാണിക്കുന്ന സ്റ്റുഡൻസ് ആണ് അവർ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞ ടോപ്പിക്കിലേക്ക് ഞാൻ ഒന്ന് റീകണക്ട് ചെയ്തിട്ട് ബാക്ക് വരാം. ഇപ്പൊ ലൈക്ക് അറ്റൻഷൻ സ്പാനിൽ നമ്മൾ നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ അറൗണ്ട് 10,000-30,000 ആളുകൾക്ക് ഏഡ് സെഷൻ എടുത്തു. അപ്പോൾ അവിടേക്ക് ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം, അല്ലെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനോട് സംസാരിക്കുന്ന സമയത്തും ഒരു 400-ലേറെ കോളേജുകളൊക്കെ ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റഡ് ആണ്. അവർക്ക് വീഡിയോസ് കാണിച്ചാല് മീൻസ് കണ്ടു നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ വലിയവരായാലും നമ്മളിപ്പം റീല് കണ്ടാല് 2x നെക്കി പിടിച്ചിട്ട് വിടുന്ന ടീംസ് ആണ് നമ്മളൊക്കെ. അപ്പൊ യൂട്യൂബ് വീഡിയോസ് പോലും കാണാൻ നമ്മൾ നിൽക്കുന്നില്ല. അപ്പൊ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. 2 ടൈപ്പ് അല്ല നിങ്ങൾക്ക് വരുന്നുള്ളത്. ഞങ്ങളെ പോലത്തെ 20s കിഡ് ഉണ്ട്, 90s കിഡ് ഉണ്ട്, 80s കിഡും നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പം 21 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ഓഡിയൻസ് ഉണ്ട്. ഇവരിലുള്ള അറ്റൻഷൻ സ്പാൻ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അതായത് നമ്മളെ ജെൻസി ആണോ, അല്ലെങ്കിൽ അതിന്റെ ഇടയിലുള്ള ഒരു ഇത് രണ്ടിലും പെടുന്ന ഒരു ടീം ഉണ്ടാവും, പിന്നെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള ഒരു ടീം? കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്, പഠിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന 20-21 ഏജുള്ള ആളുകളുടെ പ്രശ്നം എന്താ വെച്ചാൽ കൂടുതലും അവർ അറ്റൻഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. നമ്മളിപ്പം കോൾ ചെയ്ത് ചോദിക്കുകയാണ് ഇന്ന് എന്താ എക്സാം അറ്റൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല ഞാൻ വേറെ സ്ഥലത്തായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കറക്റ്റ് ഷെഡ്യൂളിൽ തന്നെ അവർ പഠിച്ചിട്ട് നമുക്ക് അതിന്റെ കറക്റ്റ് റിപ്ലേസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അവരെ സംബന്ധിച്ചോളം ചിലപ്പോൾ അവർക്ക് ഇത് വേറെ എവിടെ യൂസ് ചെയ്യാനൊന്നായിരിക്കില്ല, പക്ഷെ ഒരു ആഗ്രഹമായിരിക്കും പഠിക്കുക എന്നുള്ള. ഇതൊരു ശരിക്കൊരു ഒരു ഇൻട്രസ്റ്റിന്റെ പേരിൽ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് അഡ്മിഷൻ എടുക്കുന്നതാണ് തുടക്കത്തിൽ. പക്ഷെ നമുക്ക് നല്ല എഫേർട്ട് ഉണ്ട്. കുട്ടീനെ അല്ലെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്ത് പഠിക്കേണ്ട ഒരു ബാധ്യത ശരിക്കും നമുക്കുണ്ട്. കാരണം നമുക്കറിയാം ഇവർ എംപ്ലോയീസ് ആണ്, ഇവർ അല്ലെങ്കിൽ ഹൗസ് വൈഫാണ്, അല്ലെങ്കിൽ ജോലി തിരക്കായിട്ട് ചിലപ്പോൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ആണെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂ ചെയ്യും. കാരണം അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നുള്ളൂ. കാരണം കംപ്ലീറ്റേഷൻ റേറ്റ് ആയാലും അതിന്റെ ഒരു സക്സസ് റേറ്റ് ഉണ്ടാക്കിയെടുക്കൽ നിങ്ങളോട് ബാധ്യതയാണ്. ഭയങ്കര റിസ്ക് വരുന്ന ഒരു ഫാക്ടറി അല്ലേ. കാരണം ഞാനൊക്കെ പഠിപ്പിക്കുന്ന AI അപ്പം അതിനൊരു ഇൻട്രസ്റ്റ് വെച്ചുള്ള സ്റ്റുഡൻസിന് മാത്രമേ എനിക്ക് മാനേജ് ചെയ്താൽ മതി. അത് പഠിക്കേണ്ടാവുക ഒരു ജെൻസി അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ടെക്നോളജി നോളജ് ഉള്ള ആൾക്കാരെ എനിക്ക് അതിൽ വരുള്ളൂ. പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്യാവശ്യം ഏജ് ഉള്ളവരുണ്ടാവും, പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും, പല രീതിയിൽ നിന്ന് വരുന്നത്. ടീച്ചേഴ്സിന് നല്ല ടാസ്ക് ഉണ്ട് അതിൽ. അവർ ആ ഫോളോ അപ്പും മെത്തേഡും നമ്മുടെ ബാക്ക് എൻഡ് ടീമുകളും എല്ലാവരും കൂടെ പ്രയത്നിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. കാരണം ഒരു 3 വർഷവും ഞങ്ങൾ അവരെ കീപ്പ് ഓൺ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി പോലെ ഒരു കോളേജിനെ പോലെയാണ് സത്യത്തിൽ. അതിനേക്കാളും കൂടുതൽ ടാസ്ക്കാണ് ഞങ്ങളത്. യൂണിവേഴ്സിറ്റിനെക്കാളും കൂടുതൽ ടാസ്ക്കാണ്. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ ഈ സ്റ്റുഡൻസിനൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഓഫ്ലൈൻ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടോ? ഓഫ്ലൈൻ ഞങ്ങൾ കോൺവെക്കേഷൻ അവരെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞങ്ങൾ കോൺവെക്കേഷൻ നടത്താറുണ്ട്. അതിൽ നമ്മൾ അവരെ ആദരിക്കും, അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിപാടികൾ ചെയ്യും. അല്ലാതെ മന്ത്ലി മീറ്റിങ്ങുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഹാപ്പിലി മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവർക്ക് പ്രോഗ്രാംസ് ഒക്കെ വെച്ചു കൊടുത്ത് അവരൊന്ന് റിലാക്സ് മോഡിലേക്ക് ഒരു പക്ക ഒരു എന്തായാലും ഫുള്ളി ഓപ്പണിൽ എന്തായാലും നമുക്ക് പറ്റില്ല. പക്ഷെ എന്നാലും അവർക്കൊരു
ഇതൊക്കെ കൊടുക്കുന്നുണ്ടാവും ഒരു കോളേജിൽ വരുന്ന ഒരു ഫീല് കാര്യമൊക്കെ ഓൺലൈൻ ത്രൂ മാക്സിമം നമ്മൾ ഇനി ഒരു കലോത്സവം മോഡലൊക്കെ ചെയ്യുന്നുണ്ട്, ഓൺലൈൻ അങ്ങനെ ഒരു പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഈ വർഷം ഞങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഓണത്തിന് ഒരു ചെറിയൊരു പരിപാടി ഓൺലൈനായിട്ട് ഇവരുടെ ഈ പറയുന്ന പൂക്കളം ഇടുന്നതായാലും ഇവരുടെ പാട്ടുകളായാലും ഓണപ്പാട്ടുകളായാലും അതെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് അയച്ചു തന്നിട്ട്, കാരണം അവർക്കൊക്കെ മുൻപ് എവിടെയോ നഷ്ടപ്പെട്ട ഒരു കലാലയ ജീവിതം ഒരു ഓൺലൈനിൽ കൂടെ എങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇഷ്ടംപോലെ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ട്, ഒന്നുകൂടെ പോയിട്ട് പഠിക്കണം. പാട്ട് പാടാനൊക്കെ ഒരു സ്റ്റേജ് കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ഇതുള്ളതാണല്ലോ. യെസ്, ഓക്കെ. ഇത്രയും സ്റ്റുഡൻസിലേക്ക് വന്നു. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള മീൻസ് എവിടെ നോക്കിയാലും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കയറി പറ്റിയ ഒരാളാണ് പിഷാരടി. പിഷാരടിനെ തന്നെ നിങ്ങൾ ബ്രാൻഡ് അംബാസിഡർ ആക്കി കൊണ്ടുവന്നു. ഈ ഒരു ഏത് ടൈമിലായിരുന്നു? ഇപ്പൊ എനിക്കൊന്ന് 1 വർഷത്തോളമായി പിഷാരടി 8 മാസം, ഏകദേശം 8 മാസം ആയിട്ടുണ്ട് വന്നിട്ടുണ്ട്. കാരണം മറ്റാരും ചെയ്യാത്തൊരു മേഖലയിൽ പിഷാരടിനെ പോലത്തെ ഒരാളുകളെ ബ്രാൻഡ് അംബാസിഡർ ആയി കൊണ്ടുവരുന്നു. അത്രയും ഒരു പെട്ടെന്നുള്ളൊരു ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്നു. കാരണം അത്രയും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അതാണ്, അതിന്റെ ഒരു സക്സസ് ആണ് ഇവിടെ കാണിക്കുന്നുള്ളത്. വൈ പിഷാരടി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാല് അതിൽ ഇത്രേ ഉള്ളൂ. എല്ലാവരെയും ചിരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ചിരിച്ചാൽ മാത്രം പോരാ, അയാൾക്ക് കുറച്ച് നോളജും കൂടെ വേണം. പുള്ളി കല ഇതിലായാലും സാംസ്കാരിക രീതിയിലായാലും രാഷ്ട്രീയപരമായിട്ടായാലും എല്ലാ മേഖലകളിലും തിളങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്തുകൊണ്ടും ആക്റ്റായിട്ടുള്ള ഒരാളാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. ഫെമിലിയർ ആണ്. ഓക്കെ. ഇപ്പൊ ലൈക്ക് മമ്മൂട്ടിന്റെ കൂടെ വരെ എപ്പോഴും ഉണ്ടാകുന്നത് പിഷാരടി ആണല്ലോ. നോട്ടീസും കൂടെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ട്രസ്റ്റ് ഫാക്ടർ ആണല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, ഒരു എൻട്രി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതായത് ഇപ്പം മെയിൻലി ഉള്ള ഒരു പ്രോബ്ലം ആണ് ഇതിന്റെ ഒരു ട്രസ്റ്റ് ഫാക്ടർ. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ പിഷാരടി വന്നതോടുകൂടി അവിടെ ഒരു ട്രസ്റ്റ്ഫുൾ ആണ് സത്യത്തില്. അതായത് ഈ ബ്രാൻഡിനെ ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഷാരടി ഒരു മാർക്കിംഗ് പോലെ പിഷാരടി ഒക്കെ വരണമെങ്കിൽ അത്രയും ട്രസ്റ്റഡ് ആണ്ട് മാത്രമേ എന്തായാലും അവരെ പോലത്തെ ആളുകളൊക്കെ സൈൻ ചെയ്യാനുള്ളൂ എന്നുള്ളത് ഷുവറാണ്. കാരണം നമുക്കറിയാം അവരുടെയൊക്കെ ബ്രാൻഡ് ഇമേജിനും കൂടി ഇത് ബാധിക്കുന്നതാണ്. ഇത്ര ഒരുപാട് ഓൺലൈൻ എഡ്യൂക്കേഷൻസ് വരുന്നുണ്ട്. കാരണം ഇതിന്റെ ഒരു ഓഡിയൻസ് ഇങ്ങനത്തെവരായതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ചാക്കിലാക്കാൻ സുഖം, മീൻസ് പറ്റിക്കാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഇത് വരുന്നുള്ളത്. അല്ലെങ്കിൽ ചതിക്കുഴികളിലൂടെ കൂടുതലായിട്ട് പോകുന്ന ഒരു ടീമായിരിക്കാം. ഈ മേഖലയിൽ അത്രയും ചതിക്കുഴികൾ നടക്കുന്നുണ്ട് സത്യത്തിൽ, ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞിട്ട് പറ്റിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ എങ്ങനെ ഈ ഒരു മേഖലയിൽ?